അത് ഉച്ച സമയം. പിങ്കു ചിട്ടി രണ്ടുപേരും മലയ്ക്ക് മുകളിൽ ചുറ്റാനായി പോയിരുന്നു. രണ്ടുപേരും അവിടെ എത്ര സന്തോഷമായി കളിച്ചുകൊണ്ടിരുന്നു എന്നോ. തിരിച്ചു പോകുന്ന വഴി തന്നെ അവർ മറന്നു. പിങ്കു, വൈകുന്നേരമാകാൻ പോകുന്നു. എനിക്ക് തിരിച്ചു പോകുന്ന വഴി പോലും അറിയില്ല. ഇവിടെ എല്ലാ മരവും എല്ലാ സ്ഥലവും ഒരുപോലെ തന്നെയുണ്ട്. പിങ്കു, അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് എങ്ങനെ പോകും? അപ്പൊ പെട്ടെന്ന് മോട്ടു കുരങ്ങ് മരത്തിൽ നിന്ന് വീണതു. ഉറക്കം തെളിഞ്ഞു. അയ്യോ, ഇതെന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? മിങ്കുവും ചിന്റുവും എന്തിനാണ് എന്റെ സ്വപ്നത്തിൽ വരുന്നത്? കുഴപ്പമില്ല, അത് സ്വപ്നമല്ലേ. അപ്പൊ മോണ്ടു കണ്ടു, ടീനു പറവ വളരെ വേഗത്തിൽ പറന്നു പോയിക്കൊണ്ടിരുന്നു. അയ്യോ, എന്തു പറ്റി ടീനു? മോണ്ടു ചേട്ടാ, പിങ്കു ചിട്ടി രണ്ടുപേരെ ചുറ്റി കാണാനായി പോയിരുന്നു. വൈകുന്നേരമായി, പക്ഷെ കാണാനില്ല. നിങ്ങൾ അവരെ കണ്ടിരുന്നോ? അത് കേട്ട് മോണ്ടു കുരങ്ങ് ചിന്തിക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, നിനക്ക് കേൾക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, എന്നാൽ ഇപ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ ഞാൻ എന്ത് കണ്ടെന്നാൽ, പിങ്കുവും ചിട്ടിയും ആ കറുത്ത മലയിലുണ്ട്. തിരിച്ചു വരാനുള്ള വഴി അവർ മറന്നുപോയി. ഇതൊക്കെ നിങ്ങൾക്ക് സ്വപ്നമായി വന്നു? എന്നാൽ ഞാൻ എന്തിനീ സ്വപ്നം കണ്ടെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ നിങ്ങളുടെ സ്വപ്നം സത്യമായിരിക്കാം. ഞാൻ എന്റെ കുഞ്ഞിനെ അന്വേഷിച്ചു പോകുന്നു. അങ്ങനെ ടീനു ആ മലയ്ക്കടുത്തേക്ക് ചെന്നപ്പോൾ അവരവിടെയുള്ളത് കണ്ടു. അമ്മേ, നിങ്ങൾ എങ്ങനെ അറിഞ്ഞത് ഞങ്ങൾ ഇവിടെയുണ്ടെന്ന്? രണ്ടുപേരും ഉടനെ എന്റെ കൂടെ വരൂ. ഇനി ഇവിടേക്ക് നിങ്ങൾ വരാൻ പാടില്ല. അതിനുശേഷം 3 പേരും അവിടെ നിന്ന് മോട്ടു കുരങ്ങന്റെ അടുത്ത് വന്നു. ഒരുപാട് നന്ദി മോട്ടു കുരങ്ങ് ചേട്ടാ, നിങ്ങളുടെ സ്വപ്നം കൊണ്ടാ എന്റെ കുഞ്ഞുങ്ങളെ രക്ഷിച്ചത്. അങ്ങനെ പറഞ്ഞതും മോട്ടുവിനത് വിശ്വസിക്കാനായില്ല. ഇപ്പൊ ഓരോ ദിവസം മോട്ടുവിന് ഒരു സ്വപ്നം വന്നുകൊണ്ടിരുന്നു. ആ സ്വപ്നത്തിൽ വരുന്നതെല്ലാം സത്യമായിരുന്നു. ഇപ്പൊ ആ ഗ്രീൻ ലൈൻ കാട്ടിൽ മോണ്ടു വളരെ ഫേമസ് ആയി. ഇപ്പൊ അവൻ സിംഹരാജാവിനും ഇഷ്ടപ്പെട്ട പണിക്കാരനായി. മറ്റൊരു ഭാഗത്ത് ബ്ലൂ ലൈൻ കാട്ടിൽ ഗോൾഡി, അതിന്റെ ഭാര്യ പിന്നെ മകൻ ടൈഗറിനോടൊപ്പം ജീവിച്ചുകൊണ്ടിരുന്നു. നരി എപ്പോഴും ഗോൾഡിയുടെ കൂടെയായിരുന്നു. എപ്പോൾ സിംഹരാജാവും ഗോൾഡിയും ഫ്രണ്ട്സ് ആയോ, അന്ന് മുതൽ ഒരു ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. ഇവർ രണ്ടുപേരും എങ്ങനെയുള്ള വിരോധികളായി മാറണമെന്നാൽ തമ്മിൽ ഇവർ അടി കൂടി ചാകണം. അപ്പൊ ഗോൾഡിയുടെ മകൻ ടൈഗർ ഗോൾഡിക്കടുത്തേക്ക് വന്നു. അച്ഛാ, ഞാൻ കുറച്ചുനേരം വേട്ടയാടാൻ പുറത്തേക്ക് പോയിക്കോട്ടെ? മക്കളെ, ഇപ്പോഴേ നീ വേട്ടയാടാൻ പുറപ്പെട്ടു? അതെ അച്ഛാ. ശരി, പോയിട്ട് വാ. ടൈഗർ അവിടെ നിന്ന് പോയി. അതിനുശേഷം നരിയും പുറകെ തന്നെ പോയി. ഒരുപാട് സമയമായി ടൈഗർ തിരിച്ചു വരാത്തതുകൊണ്ട് ഗോൾഡിയുടെ ഭാര്യയും ഒരുപാട് സങ്കടപ്പെട്ടു. അപ്പ ആ നരി വളരെ സങ്കടപ്പെട്ട് അവിടെ വന്നു. ഗോൾഡി രാജാവേ, സിംഹരാജാവ് നിങ്ങളുടെ മകൻ ടൈഗറിനെ വേട്ടയാടി. അതെങ്ങനെ സാധ്യമാകും? സിംഹരാജാവ് അങ്ങനെയൊന്നും ചെയ്യില്ല. അത് കേട്ട് അച്ഛനമ്മ രണ്ടുപേരും ഷോക്കായി. സംശയമുണ്ടെങ്കിൽ താങ്കൾ എന്റെ കൂടെ വന്ന് നോക്കൂ. ശരി, വാ പോകാം. നരി അവർ രണ്ടുപേരെയും ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവിടെ തറയിൽ ഒരുപാട് രക്തമുണ്ടായിരുന്നു. അതുമാത്രമല്ല, അതൊരു മാംസ കഷ്ണവും ഉണ്ടായിരുന്നു. ഈ ചോരയും മാംസവും നമ്മുടെ ടൈഗറിന്റേതാണ്. അങ്ങനെ പറഞ്ഞു നരി കരയാൻ തുടങ്ങി. ഇപ്പൊ ഗോൾഡിയുടെ ഭാര്യയും കരയാൻ തുടങ്ങി. ഞാൻ ആ സിംഹരാജാവിനെ വെറുതെ വിടില്ല. പോയി പറയേ, മരിക്കാൻ തയ്യാറാകാൻ പറ. ഞങ്ങൾ രണ്ടുപേരും ബിർജു കാണ്ടാമൃഗത്തെ വിളിച്ചുകൊണ്ടുവരാം. ഇത് കേട്ട് നരി സിംഹരാജനോട് വന്ന് പറഞ്ഞു, ഗോൾഡി മഹാരാജാവും ഭാര്യയും താങ്കളെ ആക്രമിക്കാൻ വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ തോൽവി സമ്മതിച്ചാൽ അവർ ഉറപ്പായും താങ്കളെ ഒന്നും ചെയ്യില്ല അത്രേ. അത് കേട്ട് സിംഹരാജന് ദേഷ്യം വന്നു. ഈ സിംഹരാജാവ് ഒന്നിനും പേടിക്കില്ല, അവർ വരട്ടെ. കുറച്ചു നേരം കൊണ്ട് എല്ലാ മൃഗങ്ങളും സിംഹരാജന്റെ അടുത്തേക്ക് വന്നു. കുറച്ചു ദൂരെ നിന്ന് ഗോൾഡിയുടെ ഭാര്യ, അതിനുശേഷം ഒരു കാണ്ടാമൃഗവും അവരുടെ ഒപ്പം തന്നെ ഓടി വന്നു. ആ കാണ്ടാമൃഗം ചില മൃഗങ്ങളെ തള്ളിയിട്ട് ഓടി വന്നു. അതിൽ മോണ്ടു കുരങ്ങനുമുണ്ടായിരുന്നു. മോണ്ടു കുരങ്ങൻ ഇടിച്ചതും ബോധം കെട്ടു വീണു. അപ്പോ സിംഹരാജന്റെ മേൽ 2 പുലികളും ആക്രമിക്കാൻ തുടങ്ങി.
അവർ 3 പേരും വഴക്കിട്ടുകൊണ്ടിരുന്നു. ടൈഗർ കുട്ടാ, നീ എന്താ തനിച്ചിവിടെ ചുറ്റിക്കറങ്ങുന്നത്? ഞാൻ വേട്ടയാടാനായി പുറപ്പെട്ടതാ. ആഹാ മുനി, നീ എന്താ വേട്ടയാടാൻ പുറപ്പെട്ടതാണോ? എന്നാൽ ഇവിടെ വേട്ടയാടാൻ നിനക്ക് ഒന്നും കിട്ടില്ല. അപ്പൊ നിങ്ങൾ തന്നെ പറയൂ എവിടെ കിട്ടുമെന്ന്. ഞാൻ നിന്നെ കുളത്തിന്റെ കരയിലേക്ക് കൊണ്ടുപോകാം. അവിടെ നിനക്ക് ഇഷ്ടമുള്ള വേട്ടയൊക്കെ കിട്ടും. അവിടെ നിന്ന് കുറച്ചു ദൂരത്തിൽ ആഴമായൊരു കുഴിയുണ്ടായിരുന്നു. ടൈഗർ അകത്തേക്ക് വീഴാനാ പോയത്. പക്ഷെ പെട്ടെന്ന് കണ്ടതുകൊണ്ട് അവിടെ നിന്നു. മൈ ഗോഡ്, ഞാൻ കണ്ടുപെട്ടത്. അല്ലെങ്കിൽ ഇതിൽ വീണിട്ടുണ്ടാകും. ഈ കുഴിയിലേക്ക് നീ ഇപ്പോൾ വീഴാൻ പോകുന്നു. അങ്ങനെ പറഞ്ഞ നരി ടൈഗറെ ആ കുഴിയിൽ തള്ളിയിട്ടു. ആ! പാവം ടൈഗർ കുഴിയിൽ വീണു. ഇനി സിംഹരാജാവിനും ഗോൾഡിക്കും യുദ്ധം തുടങ്ങും. ഈ സ്വപ്നം കണ്ടതിനു ശേഷം മോണ്ടു പെട്ടെന്ന് കണ്ണു തുറന്നു നോക്കി. അത് എഴുന്നേറ്റ് നോക്കിയപ്പോൾ പുലിയും പുലിയുടെ ഭാര്യയും സിംഹരാജനോടൊപ്പം വഴക്കിട്ടുകൊണ്ടേയിരുന്നു. അയ്യോ നിൽക്കു ഗോൾഡി, ടൈഗർ മരിച്ചില്ല, ജീവനോടെയുണ്ട്. അത് കേട്ടത് 2 പേരും നിന്നു. സിംഹരാജാവിന് മോണ്ടുവിനെ കണ്ടു. നീ എന്താണ് ഈ പറയുന്നത്? അതെ, ഞാൻ ഇപ്പോൾ എന്റെ സ്വപ്നത്തിൽ കണ്ടു. എന്റെ സ്വപ്നം ഒരിക്കലും കള്ളമായി മാറില്ല. സിയാർ നിങ്ങൾക്കിടയിൽ വഴക്കുണ്ടാക്കാൻ വേണ്ടി ടൈഗറിനെ ഒരു കുഴിയിലേക്ക് തള്ളിയിട്ടു. ചത്ത ഒരു ചെറിയ മൃഗത്തെ കാണിച്ച് അത് ടൈഗറാണെന്ന് നിങ്ങളെ വിശ്വസിപ്പിച്ച് സിംഹരാജാവ് വേട്ടയാടിയെന്ന് കള്ളം പറഞ്ഞു. അത് കേട്ടത് നരി ഒരുപാട് പേടിച്ചു. ഗോൾഡി അത് കേട്ട് നരിയെ തുറപ്പിച്ചു നോക്കി. പിന്നെ മോണ്ടുവിനോട് പറഞ്ഞു, മോണ്ടുകുരങ്ങേ, നിനക്ക് ആ കുഴി എവിടെയാണെന്ന് അറിയാമെങ്കിൽ ഇപ്പോൾ തന്നെ എന്നെ കൊണ്ടുപോ. എന്നാലേ സത്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകൂ. ആ വരൂ പോകാം, ഞാൻ പറഞ്ഞത് കള്ളമൊന്നുമല്ല. അതിനുശേഷം എല്ലാവരും ചേർന്ന് ആ കുഴിക്കടുത്തേക്ക് ചെന്നു. മോണ്ടുവാണ് മുന്നിൽ നടന്നത്. പക്ഷേ ആ കുഴിക്കടുത്ത് വരുമ്പോഴേക്കും നരിയുടെ ഹൃദയമിടിപ്പ് കൂടിക്കൊണ്ടേ വന്നു. പക്ഷെ പാവം അതിനിപ്പോ രക്ഷപ്പെടാനും ആകില്ല. എല്ലാവരും ആ കുഴിക്കടുത്ത് ചെന്നതും അതിൽ ടൈഗർ ഉള്ളത് അവർ ശ്രദ്ധിച്ചു. അച്ഛനമ്മ 2 പേരും ആ കുഴിയിലേക്ക് ചാടി. അതിനുശേഷം അവർ ടൈഗറിനെ കെട്ടിപ്പിടിച്ചു. ശരി, വാ മോനെ, ഞങ്ങളുടെ മുകളിൽ കാലുവെച്ച് മുകളിലേക്ക് കയറാൻ നീ ശ്രമിക്ക്. ടൈഗർ ദൂരെ നിന്ന് ഓടി വന്ന് അവന്റെ അച്ഛന്റെ പുറത്ത് ചാടി. ഒരു കാൽ അദ്ദേഹത്തിന്റെ പുറത്തും മറ്റൊരു കാൽ കുഴിക്ക് പുറത്തും വെച്ച് പുറത്തേക്ക് വന്നു. അങ്ങനെ എല്ലാ മൃഗങ്ങളും വളരെ സന്തോഷിച്ചു. അതിനുശേഷം ഗോൾഡിയുടെ ഭാര്യയും ആ കുഴിയിൽ നിന്ന് പുറത്തേക്ക് ചാടി. എല്ലാ മൃഗങ്ങളും ഇപ്പൊ നരിയെ വളരെ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ടിരുന്നു. ഗോൾഡി ടൈഗറിന്റെ അമ്മയും അതിനെ ആക്രമിക്കാൻ തുടങ്ങി. അതിന്റെ അവസ്ഥ ഇപ്പൊ മോശമായി. അയ്യോ, എന്റെ കഥ കഴിഞ്ഞു. എന്നോട് ക്ഷമിക്കൂ. എന്നോട് ക്ഷമിക്കൂ സിംഹരാജാവേ, ഞാൻ കുറച്ചുപോലും ആലോചിക്കാതെ നിങ്ങളെ ആക്രമിച്ചു. ഇതിൽ നിന്റെ തെറ്റ് ഒന്നുമില്ല. ഇതിനെല്ലാം കാരണം ഇവനാണ്. അതിനുശേഷം അവർ 3 പേരും ആ കാട് വിട്ട് അവരുടെ കാട്ടിലേക്ക് ചെന്നു. സിംഹരാജ മോണ്ടുവിനെ വിളിച്ച് നന്ദി പറഞ്ഞു. എന്തെന്നാൽ മോണ്ടു കാരണമാണ് ഇന്ന് ആ ടൈഗർ രക്ഷപ്പെട്ടത്. ഇപ്പോഴും മോണ്ടുവിന് സ്വപ്നം വന്നുകൊണ്ടിരുന്നു. അതിന്റെ സ്വപ്നം കൊണ്ട് ഒരുപാട് മൃഗങ്ങളെ അത് സഹായിച്ചുകൊണ്ടും ഇരുന്നു.